വളരെ ലളിതമായ രീതിയിൽ നമുക്കൊരു ബീട്രൂട്ട് ചമ്മന്തി ഉണ്ടാക്കിയാലോ. ഇനി ബീട്രൂട്ട് വാങ്ങുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ബീട്രൂട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് എനിക്ക് തന്നാണ്. ഇത് അവരുടെ വീട്ടിലുണ്ടായ ബീട്രൂട്ടാണ് കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ 2 എണ്ണമാണ് എടുക്കുന്നുള്ളൂ ചമ്മന്തിക്ക് വേണ്ടിയിട്ട്. ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. 1/2 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ചെറിയ ഉള്ളി അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡർ, ഒരു ചെറിയ കഷ്ണം വാളൻപുളി, 2 പച്ചമുളകും കൂടി വേണേ. ബീട്രൂട്ട് ചെറുതായി ആദ്യം കട്ട് ചെയ്ത ശേഷം മിക്സിയിലിട്ട് നന്നായി ഒതുക്കിയെടുക്കുക. ശേഷം നന്നായി പിഴിഞ്ഞു കളയണം കേട്ടോ. അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, വാളൻപുളി, മഞ്ഞൾപ്പൊടി, അതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് മിക്സിയിലിട്ട് ഒന്നും കൂടി ഒതുക്കിയെടുക്കുക. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ആദ്യം പാൻ വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് കടുക്, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം കേട്ടോ. ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. ബീട്രൂട്ടിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേനും നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പ്ലേറ്റിലിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇത് ബീട്രൂട്ട് ഇഷ്ടമുള്ളവർ വേണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലാത്തവർ ട്രൈ ചെയ്താൽ ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേനൊക്കെ ഇത് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. സ്റ്റേ പോസിറ്റീവ്, ബി ഹാപ്പി.